കൂട്ടത്തിൽ പറയട്ടെ, സ്വർഗത്തിലേക്ക് 4 പദവിയാണുള്ളത്. മിനൻ നബീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. 4 പദവിയാണ് സ്വർഗത്തിലേക്കുള്ളത്. ഒന്ന് നബിമാരുടെ പദവി, അതിലേക്ക് ഇനി ആളെടുക്കൂല. 2 സുദ്ദീഖീങ്ങളുടെ പദവി, അത് ഉന്നതമായ മുഖറബായിരിക്കണം. സുദ്ദീഖീങ്ങളുടെ പദവി മുഖറബ. السابقون السابقون أولئك المقربون. അല്ലാഹു അങ്ങോട്ട് നമ്മളെ ചേർക്കട്ടെ. വാജിബ് മുഴുവനും എടുക്കണം. സുന്നത്ത് കഴിവിന്റെ പരമാവധിയുടെ അവസാനം എടുക്കണം. ഹറാമ് ഒന്നില്ലാതെ ഒഴിവാക്കണം. കറാഹത്ത് പരമാവധി ഒഴിവാക്കണം. ഹലാല് പോലും അത്യാവശ്യം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അയാൾക്കാണ് മുഖറബ് എന്ന് പറയുന്നത്. السابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين على سرر موضونة متكئين عليها متقابلين. ഇങ്ങനെ സന്തോഷിച്ച് അഭിമുഖമായിരിക്കുന്ന സ്വർണ്ണ കട്ടിലുകളിൽ ഇരിക്കുന്ന മുഖറബീങ്ങൾ. അല്ലാഹു തആല കൂട്ടത്തിലേക്ക് നമ്മെ ചേർക്കട്ടെ. അതാണ് സുദ്ദീഖീങ്ങൾ. അവർ ഉന്നതമായ പദവിയാ. വാജിബ് മുഴുവൻ എടുക്കണം. സുന്നത്ത് കഴിവിന്റെ പരമാവധിയുടെ അവസാനം എടുക്കണം. ഹലാലിൽ അത്യാവശ്യമല്ലാതെ എടുക്കാൻ പാടില്ല. ഹറാം ഒന്നും എടുക്കരുത്. കറാഹത്ത് പരമാവധിയുടെ പരമാവധിയും ഒഴിവാക്കണം. ഇതിനാണ് മുഖറബ് എന്ന് പറയുന്നത്. മിനിങ്ങളെ മിനൻ നബീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. 3ാമത്തെ പദവി ശുഹദാക്കളുടെ പദവിയാണ്. ആ പദവി ആർക്കുണ്ടെന്ന് അല്ലാഹു അല്ലാതെ ആർക്കും അറിയില്ല. അത് മരിക്കുമ്പോൾ തീരുമാനിക്കുന്നതാണ്. പിന്നെ 4ാമത്തെ പദവിയുണ്ട്. എന്ത്? സ്വാലിഹ്. ആ പദവിയിൽ ഉണ്ടോന്ന് ഇപ്പോഴൊന്ന് പരിശോധിക്കുക. സ്വാലിഹിന്റെ പദവി മുത്തഖിയുടെ പദവിയാണ്. അതായത് വാജിബിൽ ഒന്നും ഒഴിഞ്ഞു പോകാൻ പാടില്ല. ഹറാം ഒന്നോട്ട് എടുക്കാനും പാടില്ല. അതാ സ്വാലിഹ്. അത്രേ ഉള്ളൂ. 2 പണിയെടുത്ത സ്വാലിഹായി. 2 പണി. 2 പണി. വാജിബ് ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. ഹറാം ഒന്നും എടുക്കാനും പാടില്ല.